നമ്മൾ ഇപ്പം ഗോദ്റേജ് സ്റ്റീൽ അൽമറ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കൊണ്ടാണ് പർച്ചേസ് സെയിൽസ് നോക്കിയത്. ഇതിലിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആർക്കൊക്കെ വിറ്റെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെന്ററിയിലേക്ക് പോകാം. ഇൻവെന്ററി സെലക്ട് ചെയ്യാം. ഇൻവെന്ററി സെലക്ട് ചെയ്ത ശേഷം മാസ്റ്റർ ഡയറക്റ്റിൽ പ്രൊഡക്ട്സ് അടിക്കും. ശേഷം നമ്മൾ ഏതാണ് പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റ് ഇവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിത് അടിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഗോദ്റേജ് സ്റ്റീൽ 3 ക്വാണ്ടിറ്റി ഉണ്ട്. അത് ഓപ്പൺ ആക്കുക. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. ഓക്കെ, ഇവിടെ 7 ഈച്ച് സോൾഡ്, 7 എണ്ണം സോൾഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ആർക്കാ വിറ്റെന്ന് പറയണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓർഡർ ഡേറ്റ് ലാസ്റ്റ് 365 ദിവസം വേണ്ട, നമ്മളത് കൊടുക്കുന്നില്ല. ഇവിടെ കസ്റ്റമർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്യാഷ് കസ്റ്റമർക്കാണ് പോയെന്നുള്ളത് കാണിക്കുന്നുണ്ട് 7. പിന്നെ അതിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി പോയിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഇൻവോയ്സ്ഡ്, പിന്നെ വാല്യൂ, അൺടാക്സ്ഡ് എമൗണ്ട് ഇൻവോയ്സ്ഡ്, ഓക്കെ, ടോട്ടൽ, ഓക്കെ, ടാക്സ് അടക്കമില്ല. അതിങ്ങനെ ഓരോന്നും ഇതിപ്പം ഒറ്റൊന്നായതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് എണ്ണമായിട്ട് കാണിക്കും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പർച്ചേസ് നോക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പർച്ചേസ് കാണിക്കുന്നുണ്ട് ഈ സൈഡ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ തന്നെ 365 ടൈമൊക്കെ ഞാൻ ഒഴിവാക്കുന്നു. ഇത് ഇപ്പം ഗ്രാഫ് മെത്തേഡിൽ അത് ഇവിടെ മെത്തേഡ് ഈ മാറ്റിയിട്ട് ഇതാക്കും. ഓക്കെ, ശേഷം വെണ്ടർ കൊടുക്കുക. ഇപ്പം ഷംസൽ ബിദായ, ഇത് കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ആണ്, എത്ര ഓർഡറുകൾ ഇവരെടുത്ത് നിന്ന് വാങ്ങിയിരുന്നത്, എത്ര പ്രാവശ്യം, അതൊരു ക്വസ്റ്റ്യൻ. കൗണ്ടാണ്, അല്ലാണ്ട് ക്വാണ്ടിറ്റി അല്ല ഇത്. അപ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ ഉണ്ടാവും. ക്വാണ്ടിറ്റി ബിൽഡ് കണ്ട, 10 ക്വാണ്ടിറ്റി ബിൽഡ്, ടാക്സ് ഇല്ലാത്ത എമൗണ്ട് ഇത്ര, ടാക്സ് അടക്കം ഇത്ര. അപ്പോൾ ഇത് ഒന്നായതുകൊണ്ടാണ്. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ, അതായത് പർച്ചേസും സെയിൽസും നമുക്ക് പ്രൊഡക്റ്റിൽ നോക്കാൻ പറ്റുന്നത്. ഓക്കെ.